തകരുമ്പോൾ ജീവിക്കാനായി സമരം ചെയ്യും പാവപ്പെട്ട ഹോട്ടലുകാരെ സിന്ദാബാദ് 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 ഹായ്, ഇന്ന് നമ്മുടെ കൊണ്ടോട്ടിയിലെ KHR-ന്റെ കീഴിൽ ഒരു സമരപരിപാടി കണ്ടില്ലോ നിങ്ങള്. ഇത് എന്തിനാണ് നടത്തിയത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണെന്നുള്ളത് അവരെന്നെ പറയുന്നതല്ല ഏറ്റവും നല്ലത്. ഇവിടെ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇന്നിപ്പോ ഈ ഒരു സമരം നടത്തേണ്ട ഗതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് വന്നത് ഇവിടെ വർദ്ധിച്ചു വരുന്ന അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റത്തിനെതിരെയാണ്. രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരോ സംഘടനകളോ ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല. ഈ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്യാനുള്ള സംഘടനയല്ല, പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഇതിന് ഇറങ്ങിപ്പോവുകയാണ്. ജീവിക്കാനായിട്ട് ഉള്ളൊരു സമരമാണിത്. അതല്ലാതെ ഹോട്ടൽ മേഖല അല്ലെങ്കിൽ ഭക്ഷണ വിതരണ മേഖല ഇനി മുന്നോട്ട് പോവാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ട് പോയാൽ ജില്ലയിലുടനീളം 40% ഹോട്ടലുകൾ അടഞ്ഞുപോയി. വർദ്ധിച്ചു വരുന്ന ഈ വില നിലവാരത്തെ സംസ്ഥാന സർക്കാരുകളും അതുപോലെ ഈ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് സംഘടന ഈ ഒരു പരിപാടിയോടെ സംഘടിപ്പിച്ചത്. ലേബർ കുടുംബം പട്ടിണിയിലാകും, പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ ആത്മഹത്യയുടെ വക്കിലാകും. അതുപോലെ തന്നെ നമ്മുടെ 300 കോടി ജനങ്ങളാണ് ഏകദേശം നമ്മുടെ അരി ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൽ 40% അരി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രളയവും അതുപോലെ തന്നെ നമ്മുടെ സമരങ്ങളും കർഷക സമരം പോലത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ മേഖലക്ക് വളരെ വലിയൊരു തിരിച്ചടിയായി. അതുപോലെ തന്നെ PCB അതിന് ഒരു മാനദണ്ഡവുമില്ലായിരുന്നു. എന്നാൽ പുതിയ 2016 ശേഷം അമെന്റ്മെന്റ് മാറ്റം വന്നു. അതിലുള്ളത് എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങുന്ന ആളുകൾക്ക് പോലും PCB നിർബന്ധമാക്കിയിട്ട് കൊണ്ടുള്ള നമ്മുടെ ഈ സർക്കാരിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കേണ്ടതാണ്. പ്രവർത്തകരെ, നാട്ടുകാരെ, ഞങ്ങൾ 4 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിൽ മൊത്തത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധർണയും സമരം നടത്തുന്നത്. ഇത് ഒരു ഹോട്ടൽ മേഖല അതല്ലെങ്കിൽ ആ വ്യവസായത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. കച്ചവടം ചെയ്യുന്ന ആളുകളെ നിയമപരമായിട്ട് ഹോട്ടൽ മേഖല എങ്ങനെയാണോ കച്ചവടം ചെയ്യുന്നത് അതുപോലുള്ള നിയമപരമായിട്ട് ആ കച്ചവട സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇവിടെ സംസ്ഥാന സെക്രട്ടറിയും കൂടിയ ജയസ്ഥിതി അരീക്കോട് ഇവിടെ ഉണ്ട്, വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ 12-ാം തീയതി വരുന്ന ജില്ലയിലെ കളക്ടറേറ്റ് ധർണയിലേക്ക് എല്ലാ അംഗങ്ങളെയും നാട്ടുകാരെയും അർദ്ധമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് കൂട്ടിയാൽ പോരെ 35-40 രൂപയുള്ള തേങ്ങക്ക് ഇന്ന് 75-80 രൂപയാണ്. 1 കിലോ വെളിച്ചെണ്ണക്ക് 160 വെളിച്ചെണ്ണ ഇന്ന് 480-500 ഓണം വരുമ്പോഴത്തേന് അത് 600 കടക്കും. അതുപോലെ തന്നെയാണ് ബിരിയാണി അരി കൈമ റൈസിന്റെ വില 98-105 രൂപയല്ല. കൈമ റൈസിന്റെ വില ഇന്ന് 230 രൂപ കഴിഞ്ഞു 350 കടക്കുന്ന പറയണേ. എങ്ങനെ വില കൂട്ടും? എത്ര കൂട്ടും? 10-15 രൂപ കൂട്ടിയോണ്ട് ഇതിന് മാർഗമാകുമോ? ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളത്തിലെ ഹോട്ടൽ മേഖല നടന്നു പോകുന്നത്. എല്ലാ